ഞാനിന്ന് കേട്ടൊരു വാർത്തയാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിന്റെ വീഡിയോ എടുത്ത് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്തു. അയാൾ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്ത് തന്നെയാണല്ലോ, അയാൾ തെറ്റ് ചെയ്തില്ലേ, പക്ഷെ അയാളൊന്നില്ല. അയാൾ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തു ധൈര്യമാണല്ലേ, എന്തും കാണിക്കാം, എന്തും എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. കാരണം എനിക്ക് ഈ കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. കാര്യം ഇവരിങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. എന്തും എടുത്ത് ഇങ്ങനെ വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യല്ല വേണ്ടത്. അവർക്കെതിരെ അവർക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ മോശമായ ഒരു പെരുമാറ്റം എവിടുന്നാണോ ഉണ്ടായത് സ്പോട്ടിൽ പ്രതികരിക്കുക. അടിയെങ്കിൽ അടി, അത് അപ്പം പ്രതികരിക്കുകയാണ് വേണ്ടത്. എല്ലാവരെയും അറിയിക്കുക. അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ പ്രതികരിക്കുക. അല്ലാതെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു വിനോദം എന്നല്ലേ പറയാൻ പറ്റും. ഇങ്ങനെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതൊക്കെ പ്രചരിപ്പിക്കുക. അങ്ങനെയല്ല വേണ്ടത്. സ്പോട്ടിൽ പ്രതികരിക്കണം. അതാണ് ചെയ്യേണ്ടത്. എനിക്കൊരു കാര്യം, ഇപ്പൊ എറണാകുളത്ത് തന്നെ ഞാൻ 8 വർഷം, ഞാനൊരു 12 മണി വരെ, 1 മണി 2 മണി വരെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ചെറിയ പെൺകുട്ടികളൊക്കെ അവിടെ ചെറിയ ശമ്പളത്തിന് ഒരുപാട് സ്ഥലത്ത് നിന്ന് അവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രാത്രി കാലങ്ങളിലൊക്കെ അവർക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി സഞ്ചരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു വിനോദം. അവരുടെ സാറ്റിസ്ഫാക്ഷനാണ്, സന്തോഷമാണ്. ചിലതൊക്കെ നല്ലതായിരിക്കും. പക്ഷെ കൂടുതലും അപകടങ്ങളിലേക്ക് പോകുന്ന ഒത്തിരി കേസുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, പിന്നെ കഞ്ചാവ്, സെക്സ് റാക്കറ്റ്, ഇങ്ങനെയൊക്കെ പോകും കുറെ പേര്. പലതും നമ്മൾ അറിയില്ല. ഇവർക്ക് ആത്മഹത്യയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. കാരണം എനിക്ക് അറിയുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഒരു നല്ലപോലെ മിടുക്കിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഫാർമസിയിലൊക്കെ റാങ്ക് മേടിച്ച ഒരു പെൺകുട്ടിയാണ്. ഞാൻ ആരെ എന്ന് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പെൺകുട്ടി ഇതുപോലെ തന്നെ പഠിച്ച് മിടുക്കിയ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിച്ച് മിടുക്കിയായ ഒരു ഭംഗിയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ നാട്ടിൽ അവള് മിടുക്കിയായിട്ട് നിന്നു, പഠിച്ചു, ജോലിയൊക്കെ കിട്ടും ഉറപ്പായിട്ട്. പക്ഷേ എങ്ങനെയോ എറണാകുളത്ത് വന്നുപെട്ടു. പക്ഷെ എറണാകുളത്ത് വന്നുപെട്ട് അതിന്റെ പ്രായം എന്ന് പറയുന്നത് 23 വയസ്സിന് താഴെയായിരുന്നു. പക്ഷെ ചെന്ന് പെട്ടത് ഇതുപോലെ തന്നെ എന്തോ ഒരു റാക്കറ്റിലായിരുന്നു. പക്ഷെ ഏതായാലും ഇന്ന് ആ കുട്ടി എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്ത കാരണങ്ങളും ഒന്നും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. അമ്മ ആത്മഹത്യ ചെയ്തു, ആ കുട്ടി എവിടെയാണെന്ന് നമുക്കറിയില്ല. അതിന്റെ ഭാവി മിടുക്കിയായി പഠിക്കുന്ന റാങ്ക് മേടിച്ച ഒരു പെൺകുട്ടിയുടെ ഭാവി എവിടെയാണ് പോയത്? ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ ഞാൻ. എല്ലാ അച്ഛനും അമ്മമാരും മനസ്സിലാക്കുക, നിങ്ങളെ മക്കള് നിങ്ങളുടെ അടുത്ത് ഇല്ല, ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ അവരെവിടെ ഉണ്ടെന്ന് നിങ്ങൾ സേഫ് ആക്കണം. നിങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുഞ്ഞിലെ തന്നെ അവരുടെ ജീവൻ ഇതുപോലെ പൊലിഞ്ഞു പോകും. അറിയില്ല. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള അച്ഛനും അമ്മമാരോടാണ് എനിക്കിത് പറയാനുള്ളത്. ചെറുകുട്ടികളോടല്ല. കാരണം അവരുടെ പ്രായം അതാ. അവർക്ക് അറിയില്ല അവർ ചെന്ന് പെടുന്നത് എത്ര വലിയ അപകടത്തിലാണ്. 23 വയസ്സിന് താഴെയാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എല്ലാം സെക്ഷൽ ഇതുവഴിയല്ല, സിറിഞ്ച്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മയക്കുമരുന്നിനൊക്കെ വളരെ വേഗം അവർ അഡിക്റ്റ് ആവും. ടേക്ക് കെയർ.